അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. MDMA എന്ന അതിമാരക ലഹരിക്ക് അഡിക്റ്റായവരുടെ അങ്ങേയറ്റം ദുരന്തപൂർണമായ വാർത്തകളാണ് മീഡിയകളിൽ നിറഞ്ഞു ആടിക്കൊണ്ടിരിക്കുന്നത്. കുരുന്നു കുഞ്ഞുങ്ങൾ മുതൽ കൗമാരക്കാരും യുവാക്കളും വൃദ്ധന്മാരായ ആളുകളും സാധാരണക്കാരും സാർവത്രികമായി അതിന് അഡിക്റ്റായിക്കൊണ്ടിരിക്കുമ്പോൾ വളരെ അത്ഭുതകരമോ അതിശയകരമോ ആയ ചില വാർത്തകളും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. മതരംഗത്തും ഭൗതിക രംഗത്തും അധ്യാപനം നടത്തുന്ന ആളുകളും ജനങ്ങളെ രോഗത്തിന് ചികിത്സിക്കുന്ന ഡോക്ടർമാരും ആരോഗ്യ പ്രവർത്തകരും അഭ്യസ്ത വിദ്യരും ഉന്നത ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ പലരും MDMA പോലെയുള്ള മാരകമായ അതിഗുരുതരമായ ലഹരിക്ക് അഡിക്റ്റായിട്ടുണ്ട്. അതിന്റെ വിപണനക്കാരാകുന്നുണ്ട്. അതിന്റെ പേരിൽ നിരന്തരമായി പിടിക്കപ്പെടുന്നുണ്ട്. മീഡിയകളത് ചർവിത ചർവണം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നത് എന്തുമാത്രം ദുഃഖകരമാണ്, ലജ്ജാകരമാണ്. മെത്തലിൻ ഡയോക്സിൻ മെത്താഫെറ്റമിൻ എന്നാണ് MDMAയുടെ ഫുൾ ഫോം. മുമ്പ് സൂചിപ്പിച്ചതുപോലെ ഇതൊരു കോഴ്സിന്റെയോ ബിരുദത്തിന്റെയോ ഒന്നും പേരല്ല. ലോകത്ത് ഇന്നോളം കണ്ടുപിടിക്കപ്പെട്ട ലഹരി വസ്തുക്കളിൽ ഏറ്റവും മാരകമായ ഒരു ലഹരിയാണ് എന്ന് ആധുനിക സമൂഹം തിരിച്ചറിഞ്ഞേ പറ്റൂ. വലിയ പഞ്ചസാരത്തരി പോലെയോ ചെറിയ കൽക്കണ്ട കഷ്ണം പോലെയോ ഒക്കെയാണ് അതിനെ കാണപ്പെടുന്നത്. ഗ്രാമിന് ലക്ഷങ്ങൾ വില വരും ഈ രാസലഹരിക്ക്. ഇതൊരു രാസലഹരിയാണ്. ഏറ്റവും അപകടകാരി മറ്റു ലഹരി വസ്തുക്കളുടെ 10 മടങ്ങ് അല്ലെങ്കിൽ അതിലേറെ സങ്കീർണതയാണ് ഈ ലഹരിക്കുള്ളത്. പെട്ടെന്ന് വെള്ളത്തിൽ അലിഞ്ഞു ചേരും. പ്രത്യേകമായ രുചിയോ നിറമോ മണമോ ഇല്ല. അതുപയോഗിച്ചവനെ ഒരു തരത്തിലും തിരിച്ചറിയാൻ കഴിയില്ല. സ്മെല്ല് കൊണ്ടോ മറ്റെന്തെങ്കിലും അടയാളങ്ങളെ കൊണ്ടോ സാധാരണഗതിയിൽ അതിനെ തിരിച്ചറിയാൻ കഴിയില്ല. ഉന്മേഷവും ഉത്തേജനവും സന്തോഷവും ഒക്കെ വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തിലാണത്രേ ന്യൂ ജനറേഷൻ അതിനെ ധാരാളമായി ഉപയോഗിക്കുന്നത്. മോളി, സൂപ്പർമാൻ, ഇങ്ങനെ പല പേരുകളിൽ അത് തെരുവിൽ അറിയപ്പെടുന്നുണ്ട്. മനോഹരമായ പേരുകൾ. സ്കൂൾ കോളേജുകളിലൂടെ അത് ചിലപ്പോൾ കടന്നുവരും. ടൂറിലൂടെ കടന്നുവരും. കൂട്ടുകാരിലൂടെ കടന്നുവരും. ചിലപ്പോൾ വിദ്യാർത്ഥി വേഷത്തിലും അധ്യാപക വേഷത്തിലും കടന്നുവരും. ഉസ്താദിന്റെ വേഷത്തിൽ പോലും ഈ ലഹരി ഉപയോഗിക്കുന്ന ആളുകൾ കാരിയർമാരായി വർക്ക് ചെയ്യുന്നുണ്ട് എന്നത് ഈ സമുദായത്തിന് തന്നെ നാണക്കേടാണ്. സ്കൂൾ യൂണിഫോമിലൂടെ ഈ അടുത്ത് പിടിക്കപ്പെട്ട സംഭവങ്ങൾ നാം മറന്നിട്ടുണ്ടാകില്ല. ഒറ്റത്തവണ മൂക്കിലൂടെ ഒന്ന് കയറിയിറങ്ങിയാൽ അതിന് അഡിക്റ്റാവുമെന്നാണ് പഠനം പറയുന്നത്. യാദൃച്ഛികമായി മൂക്കിലൊന്ന് ഉരതിയാൽ 24 മണിക്കൂർ കഴിഞ്ഞാൽ അവൻ വയലന്റ് ആകും. 24 അവേഴ്സ് അതിന്റെ സുഖവും ആനന്ദവും സന്തോഷവും ഉന്മേഷവും ഒക്കെ ലഭിക്കുമെന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. 1-2 തവണയൊക്കെ ഇതിന്റെ വിതരണക്കാർ ഫ്രീ ആയി കൊടുക്കും. 2 തവണ ഫ്രീ ആയി കിട്ടിയാൽ പിന്നെ അത് കിട്ടാതെ ബാലൻസ് കീപ്പ് ചെയ്യാൻ കഴിയില്ല എന്നാണ് അനുഭവസ്ഥർ പറയുന്നത്. പിന്നെ മരുന്ന് കൊണ്ട് രക്ഷപ്പെടുത്താൻ കഴിയില്ല. പ്രാർത്ഥനകളെ കൊണ്ടും ചിലപ്പോൾ കഴിഞ്ഞെന്ന് വരില്ല. അതിന് അഡിക്റ്റായി കഴിഞ്ഞാൽ അവരെ നമുക്ക് നഷ്ടപ്പെടും തീർച്ച. എത്ര രക്ഷിതാക്കൾ ഇതിന്റെ ദുരന്തം അനുഭവിക്കുന്നുണ്ട്. എന്തുമാത്രം കുട്ടികൾ, എത്രയെത്ര കുട്ടികൾ ജയിലുകളിൽ കഴിയുന്നുണ്ട്. 8 യൂണിഫോമുകളുമായാണ് കഴിഞ്ഞ ദിവസം ഒരു കുട്ടിയെ പോലീസ് അറസ്റ്റ് ചെയ്തത്.
ഓരോ സ്കൂളിലും ആ സ്കൂളിന്റെ യൂണിഫോം ധരിച്ചുകൊണ്ടാണ് അവിടെ വിതരണം നടത്തുന്നത്. സംശയാസ്പദമായി പിടിക്കപ്പെട്ടപ്പോൾ ആ കുട്ടിയുടെ ബാഗിൽ നിന്ന് 8 സ്കൂളിന്റെ യൂണിഫോമാണ് ലഭിച്ചത്. 8 സ്ഥാപനങ്ങളിൽ ആ കുട്ടി വർഷങ്ങളായി വിതരണം നടത്തുകയാണത്രേ. എത്ര കുട്ടികൾ അതിനഡിക്റ്റായിട്ടുണ്ടാകും? ഇനി ഏതെല്ലാം രൂപത്തിലാണ് MDMA പോലെയുള്ള ലഹരി വസ്തുക്കൾ നമ്മിലേക്ക് കടന്നു വരിക എന്ന് നമുക്ക് ഊഹിക്കാൻ പോലും പറ്റില്ല. കിടപ്പിലായ മാതാവിനെ വെട്ടിക്കൊന്ന മകന്റെ വാർത്ത ഇക്കഴിഞ്ഞ ദിവസമല്ലേ നാം വായിച്ചത്, പത്രത്തിലും ചാനലിലും അറിഞ്ഞത്. ആ കുട്ടി ഡി അഡിക്ഷൻ സെന്ററിൽ നിന്ന് ഇറങ്ങി വന്ന് +2 വിദ്യാർത്ഥി സ്വന്തം രോഗിയായി അവശയായി കഴിയുന്ന നൊന്തുപറ്റ ഉമ്മയെ നിഷ്ഠൂരമായി കുത്തിക്കൊല്ലുകയായിരുന്നു. പ്രസവിച്ചു 1.5 വയസ്സു മാത്രം പ്രായമുള്ളപ്പോൾ ആ കുട്ടിയുടെ ഉമ്മയെ ഉപ്പ ഉപേക്ഷിച്ചതാണ്. പിന്നെ +2 എത്തുന്നത് വരെ ആ കുട്ടിയെ കഷ്ടപ്പെട്ട് വളർത്തിയതും പഠിപ്പിച്ചതും ഇപ്പോഴും ഈ കുട്ടി മയക്ക് ലഹരിക്കടിമയായിട്ട് 50,000-ലേറെ, അതല്ല ലക്ഷക്കണക്കിന് എന്നും ചിലർ പറഞ്ഞു കേൾക്കുന്നുണ്ട്, രൂപ ആ കുട്ടിക്ക് വേണ്ടി ഡി അഡിക്ഷൻ സെന്ററിൽ ട്രീറ്റ്മെന്റ് നടത്തുന്നതിന് ആ ഉമ്മ ചെലവഴിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു ഉമ്മയെയാണ് ഈ കുട്ടി നിഷ്ഠൂരമായി കൊന്നുകളഞ്ഞത്. സഹിക്കാൻ കഴിയാത്ത വാർത്തകൾ. അധ്യാപകർക്കോ കൗൺസിലർമാർക്കോ മാതാപിതാക്കൾക്കോ ഒരിക്കലും അഡിക്റ്റായ കുട്ടിയെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞെന്ന് വരില്ല. അത്രയും സങ്കീർണമാണ് ഇതിന്റെ ദുരന്തം. ഇന്നൊരാളോട് ഉപദേശിക്കാൻ പോലും പറ്റില്ലല്ലോ. 12 മിനിറ്റ് 10-12 മിനിറ്റ് ഒരാൾ നോക്കിയാൽ തന്നെ പീഡനമാണ്. പോസ്കോ ചുമത്തി അറസ്റ്റ് ചെയ്യുന്ന കാലം. ഉപദേശം പോലും പീഡനമാകുന്ന വർത്തമാന സാഹചര്യത്തിൽ എങ്ങനെ നമ്മുടെ മക്കളെ നമുക്ക് രക്ഷപ്പെടുത്താൻ കഴിയും? കഴിഞ്ഞ ദിവസം ആലപ്പുഴയിൽ വിൽപ്പനയ്ക്ക് വെച്ച മയക്കുമരുന്നുമായി ഒരു ഡോക്ടറെ പോലീസ് പിടികൂടി. 2 ഗ്രാം MDMA-യും 18 ഗ്രാം LSD-യും 33 ഗ്രാം കഞ്ചാവുമാണ് ആ ഡോക്ടറിൽ നിന്ന് കണ്ടെടുത്തത്. ഡോക്ടർമാർക്ക് വിൽപ്പന നടത്തുകയാണ്. 2022-ൽ തൃശൂർ മെഡിക്കൽ കോളേജിൽ വെച്ച് മയക്കുമരുന്നുമായി ഡോക്ടർ പിടിക്കപ്പെട്ടിരുന്നു. 15,000 രൂപ വിലയുള്ള MDMA-യും വേറെയും ചില വസ്തുക്കളുമാണ് അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് പിടികൂടിയത്. 2024-ൽ വയനാട് മുത്തങ്ങയിൽ വെച്ച് 160.77 ഗ്രാം മെത്താഫിറ്റമിൻ പിടികൂടിയത് ആയുർവേദിക് ഡോക്ടറിൽ നിന്നാണ്. ആ ഡോക്ടറെ അറസ്റ്റ് ചെയ്തു. അങ്ങനെ എത്രയെത്ര വാർത്തകളാണ് ഇന്ന്. ആ വാർത്തകളൊക്കെ അതിന് വില കൽപ്പിക്കാത്ത അവസ്ഥയാണ് കാണുന്നത്. രോഗികളെ ചികിത്സിക്കുന്ന ഡോക്ടർമാരും കുട്ടികളെ പഠിപ്പിക്കുന്ന അധ്യാപകർ പോലും ലഹരിക്ക് അഡിക്റ്റായാൽ എന്താണ് പിന്നത്തെ അവസ്ഥ? ആരോഗ്യ പ്രവർത്തകരുടെയും അഭ്യസ്ത വിദ്യരുടെയും മയക്കുമരുന്ന് ഉപയോഗം വേലി തന്നെ വിളതുന്നതിന് തുല്യമല്ലേ? ഇനിയുമുണ്ട് ഒരുപാട് ഇത്തരം സംഗതികൾ നമുക്ക് പങ്കുവെക്കാൻ. ഓരോരുത്തരും പറയട്ടെ അവരവരുടെ